അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. നമ്മളുടെ വെണ്ടയ്ക്ക ഉണ്ടായതൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പറിച്ചെടുക്കുക അല്ല, കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് പച്ചക്കറിയാണെങ്കിലും ഏത് പൂക്കളായിക്കോട്ടെ ഇതുപോലെ സിസേഴ്സോ നൈഫോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നമ്മളുടെ ആ ചെടിക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മളുടെ അതെല്ലാം കൂടെ ആകെപ്പാടെ ഒടിഞ്ഞ് പറഞ്ഞ് നാശമായിപ്പോവും. അപ്പം വൈകുന്നേരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ നട്ടുപിടിപ്പിച്ച് നമ്മളതിനെ തൊട്ട് തലോടി താലോലി ചിത്രയൊക്കെ ആക്കി വലിയ പുഴുക്കേടും തിരക്കേടും ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സീഡോമോണോസ് ഇതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വെണ്ടയ്ക്കായ പിടിക്കുന്നതിന് മുന്നെയാണ് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഒന്നീ നമ്മൾ ഇതെല്ലാം പറിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഇതിനകത്തിൽ കാ പിടിക്കുന്നതിന് മുന്നേ സ്പ്രേ ചെയ്യുക കേട്ടോ. അല്ലാതെ കാ പിടിച്ചിരിക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്ന നമ്മളുടെ വീട്ടിൽ നമ്മളിതുപോലെ നട്ടുപിടിപ്പിക്കുന്നത് അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്തത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മളുടെ ആരോഗ്യം നോക്കി നമ്മളത് ചെയ്യുക കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നമ്മളുടെ വീട്ടിൽ മുയലുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചെറിയ മുയൽ കുഞ്ഞുങ്ങളാണെങ്കിലും അത്യാവശ്യം അതിൻ്റെ കാട്ടം നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ എന്താണ്, നമ്മളുടെ വീട്ടിൽ അടുക്കളയിലെ കഞ്ഞിവെള്ളം, പിന്നെ ഉള്ളിത്തൊലി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, വെജിറ്റബിൾസിൻ്റെ സംഭവങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വലിയ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ടും തരക്കേടില്ലാത്ത ഒരു വിളവെടുപ്പ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക. നമുക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. ഇതുപോലെ അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്ത, അധികമൊന്നുമല്ല തീരെയും ഇല്ല കേട്ടോ. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ സീഡോമോണോസ് സ്പ്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിച്ച് അതിനെ പരിചരിച്ച് അത് വളർന്നു വന്ന് അതിലിതുപോലെ കായൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുന്നുള്ള ആ ഒരു സന്തോഷം. പണ്ട് ഞാനിതൊന്നും ചെയ്യാതിരുന്ന സമയത്ത് മമ്മി കൃഷി ചെയ്ത് ഇങ്ങനെയൊക്കെ മമ്മി പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി, അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായി അതിങ്ങനെ പിടിച്ച് പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിസ്സാരം ഞാൻ വെക്കുന്ന പനിക്കൂർക്ക ആയിക്കോട്ടെ, അലോവേറ ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ നല്ല പച്ചിച്ച് നല്ല രസമായിട്ട് പന്തലിച്ച് നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ നമ്മളുടെ കിച്ചണിലേക്ക് ചില സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് മുളക് മേടിക്കും. അപ്പോൾ ആ മുളകൊക്കെ ചീത്തയായി പോകുന്നത് എടുത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിടും. അത് നല്ലതുപോലെ വളർന്ന് പിന്നെ അതിൽ മുളകൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ആ ഒരു സന്തോഷം ശരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷികൾ, എന്തെങ്കിലും ഒരു മല്ലിയിലയോ കറിവേപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയ ചെറിയ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച് അത് വളർന്നു വരുമ്പോൾ ഹാപ്പിനെസ് ഒന്ന് വേറെയാണല്ലേ അത് കാണുമ്പോൾ. അപ്പോൾ നമ്മളുടെ വാളരിപ്പയറിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. മുറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പരുവാണെങ്കിലും മെഴുക്കുവരട്ടിയോ തോരനോ തീയലോ പിന്നെ കറിയോ, ഇതേതായാലും കറി വെക്കാൻ പറ്റില്ല. നമ്മളുടെ വെണ്ടയ്ക്ക വേണമെങ്കിൽ കറി വെക്കാം. ഈ പിഞ്ച് പരുവത്തിൽ പറിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലെ ആണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. വീട്ടിലെ പച്ചക്കറികൾ കൊണ്ട് എന്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പറയാൻ പറ്റില്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും പ്രഷ്യസ് ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വിളവെടുപ്പ് വിശേഷം.